ഇപ്പോൾ നമുക്കിപ്പം കുടുംബം ചേരുന്നുണ്ട്, മകനും മരുമകളുമാണ്. പത്മജ, ഇതിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടതിന് ശേഷം മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും ഒടുവിലായി വി ഡി സതീശൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അല്പസമയം മുമ്പ് നിങ്ങൾ അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വി ഡി സതീശൻ പറയുന്നത് കത്ത് താൻ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ അതിൽ ചില അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകൾ എന്ത് എന്നത് ചോദിച്ച് മനസ്സിലാക്കി. എന്നാൽ ഇതിൽ ഏകപക്ഷീയമായി എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. ഇത് സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലേക്ക് മാത്രമേ എന്തെങ്കിലും നടപടിയിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് മോശമായി സംസാരിച്ചിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തി. അതായത് CPIM പണം വാഗ്ദാനം ചെയ്യുന്നു, BJP പണം വാഗ്ദാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഭീഷണി, ഇതാണ് താൻ നേരിട്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നതാണ്. KPCC നേതൃത്വവുമായി ആലോചിച്ച് മറുപടി പറയാം എന്ന് ആണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം പ്രതീക്ഷിച്ചത്. ഈ ഭീഷണി കൂടി അവർക്ക് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു. ഇനി കെ സുധാകരനാകട്ടെ ഇന്നലെ പറഞ്ഞത് എന്താണ്? നിങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുത്ത കത്ത്, അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു കത്ത് അവിടെ കിടപ്പുണ്ട്, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഒതുക്കി തീർത്തതാണ്, ഇതൊരു പാർട്ടി കാര്യം മാത്രമാണ്, എന്തിനാണ് IC ബാലകൃഷ്ണനെതിരെ അന്വേഷണം നടത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ് താങ്കൾ ഈ മുതിർന്ന നേതാക്കളെ പോയി കണ്ട് കത്ത് നേരിട്ട് കൈമാറിയത്. ആ നേതാക്കളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേദനിപ്പിക്കുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്. ഇതിൽ എന്ത് വ്യക്തതയാണ് വരുത്തേണ്ടതെന്ന്, ഇനിയും ഇതിൽ കൂടുതൽ എന്ത് വ്യക്തത ഇതിനകത്ത് വരേണ്ടത്? ഒരു പാർട്ടി പാരമ്പര്യം ഇല്ലാത്ത എനിക്ക് പോലും അത് വായിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രോബ്ലംസ് എല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ആ ഒരു കത്തിന് വ്യക്തതയുടെ ആവശ്യമുണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ അച്ഛൻ പറഞ്ഞത് പ്രകാരം ഈ നേതാക്കളുടെ അടുത്തേക്ക് ഈ കത്തുമായി പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു പത്മജ? അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ പാർട്ടീനെ കരിവായി തേക്കരുത്, അവർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭീഷണിയുടെ സ്വരം ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ ആ കത്തിലൊരു അപേക്ഷ സ്വരത്തിലാണ് അവരെടുത്ത് പറഞ്ഞത്. അതേപോലെ ഞങ്ങൾ ആരുമല്ല ഇത്രയും വലിയ ആൾക്കാർക്കെതിരെ സംസാരിക്കാൻ, ഞങ്ങൾ ആരുമല്ല. എങ്ങനെയാണ് അത്രയും വലിയൊരാളെടുത്ത് പോയിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തുക? അതായത് ഭീഷണി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പൈസ തരാമെന്ന് BJP പറഞ്ഞിട്ടുണ്ട്, CPIM പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണ്. താങ്കൾ അത് കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരിട്ട് ഈ CPM-ൻ്റെ അടുത്തും BJP-യുടെ അടുത്ത് പോയാൽ മതി. ഞാൻ പോയി അവരെ കൈയും കാലും പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ അച്ഛൻ പറയാത്തൊരു സംഗതിയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ IC ബാലകൃഷ്ണൻ്റെ അടുത്ത് പോയി ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോഴും ഞാൻ പാർട്ടി എന്ന നിലപാട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അപ്പച്ചൻ്റെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു. അതെ, അത് ഈ കത്ത് നൽകുന്നതിന് അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെന്നിട്ടില്ല. ഞാൻ ആ കത്ത് ഈ കത്ത് ഇവർക്ക് കൊടുക്കുന്നതിന് മുൻപ് ഇവരോടും സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതൊന്നും അപ്പം അവർക്കത് പിന്നെ മുകളിലേക്ക് എത്തിയപ്പം അത് അച്ഛൻ്റെ ഒരു ഇത് പ്രകാരമാണ് അവിടെ കൊണ്ടു കൊടുത്തത്. അല്ല, ഇതിലിപ്പോൾ ഈ ബാലകൃഷ്ണനും അതുപോലെ തന്നെ ND അപ്പച്ചനും ഒക്കെ പറയുന്ന ഈ കുറിപ്പ് വ്യാജമാണ്, ഇതുമായി ഒരു ബന്ധപ്പെട്ട ഒരു ഇടപാടുമില്ല, ഈ വിജയനുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുമില്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇത് കള്ളക്കേസ് എടുത്ത് കൊടുക്കാനുള്ള നീക്കമാണ്, അതൊന്നും വിലപ്പോകില്ല. ഇതാണ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന അച്ഛനുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഈ നേതാക്കളുടെയൊക്കെ പ്രതികരണം. അവർ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ വേറെയായിരുന്നു. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഞാനിപ്പം നിലവിൽ ഭരണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു മന്ത്രിയായിരുന്നു എന്നാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇനി ഭാവിയിലും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, അത് ആ സമയത്ത് പറയാനുള്ള സാഹചര്യം അതെനിക്കറിയില്ല. അതൊരു ഭീഷണിയാണോ, ഇപ്പം ഇവർ പറഞ്ഞമാതിരി തന്നെയാണ്, ചിലപ്പോൾ അതെനിക്കൊരു ഭീഷണിയായിരിക്കും. അല്ല, അപ്പോൾ ഈ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സമാശ്വസിപ്പിക്കുന്ന ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായോ വിജേഷ്? അത് എന്നും കാണുന്നമായി തന്നെ ഇത് തന്നെ പറയും, എല്ലാം നമുക്ക് ശ്രമിക്കാം, ആ രീതിയിലും മറുപടി പറഞ്ഞിട്ടുണ്ട്.
അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം അവർ പറയുന്ന അവർ കത്ത് പോലും കണ്ടിട്ടില്ല എന്നാണ്. ഈ കത്ത് വ്യാജമാണെന്നാണ് അവർ പറയുന്നത്. ഈ കത്തിനെ പറ്റി അന്വേഷിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവർ വരുന്ന സമയത്ത് മുഴുവൻ എന്നോട് ഈ കത്തിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ കത്ത് അന്ന് കണ്ടിട്ട് പോലുമില്ല. അതെ, പിന്നീട് നിങ്ങളിത് ഇവർക്ക് അങ്ങനെ ഒരു പേടി അബദ്ധവശാൽ ഈ കത്ത് കാണുകയായിരുന്നോ വിജേഷ്? അബദ്ധവശാൽ ഞാൻ ഈ ഒരു എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആ ഡേറ്റ് മുതൽ തിരിച്ച് മരിച്ച് അതിൻ്റെ പിറ്റേന്നാണ് ഞാനിവിടെ വരുന്നത്. അതും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് കോഴിക്കോട് നിന്ന് ഇവിടെ എത്തേണ്ട ഒരു അവസ്ഥ വന്നത്. അതെ, ഇതിലിപ്പോ ഈ രമേശ് ചെന്നിത്തലയും ഇതുപോലെ തന്നെ മുതിർന്ന നേതാവാണല്ലോ, അദ്ദേഹവും ഇന്നലെ ഔട്ട്റൈറ്റ് ആയി തന്നെ പറയുകയാണ് ഇതൊരു ആത്മഹത്യക്കുറിപ്പാണോ എന്നൊക്കെയുള്ളത് സംശയമുണ്ട് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. അത് അവര് പറയട്ടെ. ഈ കുടുംബത്തിലേക്ക് വിളിച്ചിട്ടോ ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ട് ഒരു അനുശോചനം രേഖപ്പെടുത്താത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞു കോൺഗ്രസ്. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. പിന്നെ ഞാൻ എന്താ ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനുമില്ല. പിന്നെ അവരെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തോട്ടെ. അവരെന്താ പറയുന്നത് വെച്ചാൽ അവർ ആ രീതിയിൽ പറയട്ടെ. എനിക്കിതിലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എനിക്കിതിലൊന്നും കൂടുതലൊന്നും പറയാനില്ല. മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു നേതാവും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതല്ലാതെ നിങ്ങളെ ഫോണിൽ വിളിച്ച് ഏതെങ്കിലും ഒരു നേതാവ് നിങ്ങളെ സമാശ്വസിപ്പിക്കുകയോ ഒപ്പം നിൽക്കാമെന്ന് പറയുകയോ ചെയ്യുകയുണ്ടായോ? ഇല്ല, ഒരു നേതാവും പറഞ്ഞിട്ടില്ല. അതാണ് ശ്രീ സംഷാദ് മരക്കാർ ഇവര് കുടുംബ പ്രശ്നമായി ഉയർത്തി അതിലേക്കാണ് ഇത് ടാർഗറ്റ് ചെയ്തത്.